ആൾതാമസമില്ലാത്ത തന്റെ വീട്ടിൽ 1 ലക്ഷത്തിന് മുകളിൽ വൈദ്യുതി ബില്ല് വന്നുവെന്ന എംപിയും നടിയുമായ കങ്കണ റണൌത്തിന്റെ ആരോപണത്തിന് മറുപടിയുമായി ഹിമാചൽ വൈദ്യുത മന്ത്രി വിക്രമാദിത്യ സിംഗ്. 2 മാസമായി കങ്കണ വൈദ്യുതി ബില്ല് അടച്ചിട്ടില്ലെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവരെന്നും മന്ത്രി പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രിയുടെ വിമർശനം. മാഡം വെറുതെ കളി പറയുകയാണ്. വൈദ്യുതി ബില്ലുകൾ അവർ അടച്ചിട്ടില്ല. എന്നിട്ടാണ് പൊതുവേദിയിൽ വെച്ച് സർക്കാരിനെ വിമർശിച്ചത്. ഇതെങ്ങനെ ശരിയാകും? വിക്രമാദിത്യ സിംഗ് കുറിച്ചു. കഴിഞ്ഞ ദിവസം മാണ്ടിയിൽ നടന്ന പൊതുപരിപാടിക്കിടെയായിരുന്നു ഹിമാചൽ സർക്കാർ തനിക്കെതിരെ അമിത വൈദ്യുതി ബിൽ ഈടാക്കുകയാണെന്ന ആരോപണം എംപി ഉയർത്തിയിരുന്നത്. എനിക്ക് ഈ മാസം വന്നത് 1 ലക്ഷം രൂപയുടെ വൈദ്യുതി ബില്ലാണ്. ഞാൻ അവിടെയല്ല താമസിക്കുന്നത്. ഇത് പരിതാപകരമാണ്. ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരിന് കീഴിൽ ദുരിതപൂർണമാണ് അവസ്ഥ എന്നാണ് കങ്കണ പറഞ്ഞിരുന്നത്. അതേസമയം സംഭവം വിവാദമായതിനു പിന്നാലെ തന്നെ ഹിമാചൽ സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നു. കങ്കണയ്ക്ക് ഈടാക്കിയ ബിൽ 90,384 രൂപയാണെന്നും ഇത് 2 മാസത്തെ കുടിശ്ശികയാണെന്നുമാണ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ സന്ദീപ് കുമാർ പറഞ്ഞത്. ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും ബില്ലുകൾക്കൊപ്പം കുടിശ്ശികയായ 32,287 രൂപയും ചേർത്താണ് പുതിയ ബിൽ. അവരുടെ വീട്ടിൽ 94.82 കിലോ വാട്ട് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. മറ്റു വീടുകളിലെ വൈദ്യുതി ഉപയോഗത്തെ അപേക്ഷിച്ച് 1500% അധികമാണ് ഉപയോഗം. കഴിഞ്ഞ ഒക്ടോബർ മുതൽ തന്നെ അവർ കൃത്യമായി ബില്ലുകൾ അടച്ചിരുന്നില്ല. നവംബറിലെയും ഡിസംബറിലെയും ബില്ലുകൾ ജനുവരി 25-ന് മാത്രമാണ് അടച്ചത്. ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും ബില്ലുകൾ അടച്ചത് മാർച്ച് 25-നും. പിഴയോടുകൂടിയാണ് അത് അടച്ചത്. അവരുടെ വീട്ടിലെ ശരാശരി വൈദ്യുതി ഉപയോഗം 9,000 യൂണിറ്റാണ്. ഇത് വളരെ ഉയർന്ന അളവാണ്, സന്ദീപ് കുമാർ പറഞ്ഞു. എംപിക്ക് സബ്സിഡി ലഭിച്ചിരുന്നതായും മാനേജർ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി സബ്സിഡി പദ്ധതി പ്രകാരം ഫെബ്രുവരിയിലെ ബില്ലിൽ അവർക്ക് 700 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. സാധാരണ ആളുകൾ സ്വമേധയാ ഈ സബ്സിഡികൾ ഉപേക്ഷിക്കാറുണ്ടെന്നും മാനേജർ വ്യക്തമാക്കി.